അപ്പോൾ അച്ഛൻ അങ്ങനെയാണ് മ്യൂസിക്കിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ പക്ഷെ അത് വളരെ സ്നേഹിച്ചാണ് അതിനെ കൊണ്ട്. അച്ഛൻ അത്രയും സമയം ഉണ്ടായിരുന്നു ജോലിക്കിടയിൽ. അപ്പോൾ ഞാനും അങ്ങനെ ആവട്ടെ കുറച്ചാന്ന് വെച്ചാൽ ഒരു ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ജോബായി. അപ്പൊ അതിന്റെ കൂടെ ഇത് കൊണ്ടുപോകുമ്പോ അവനും അതായത് സേഫായി, വേറെ റിസ്ക് ഇല്ല എന്നുള്ളത്. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അത് പ്രൊഫഷൻ ആക്കി എടുക്കാൻ കുറച്ചൊരു അല്ലേ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പേടിയൊക്കെ ആയിരുന്നു, ടെൻഷനും. അതെ. പിന്നീട് അത് ആ രീതിയിൽ ഞാൻ പോയി. അപ്പൊ ഞാൻ പറയാം കുറച്ച് കണക്ഷൻ വിട്ടുപോയി. പഠിത്തത്തില് കോൺസെൻട്രേഷൻ. കാരണം മാത്സ് ആയിരുന്നു സബ്ജക്ട്. മാത്സ് എടുത്ത് ബുദ്ധിജീവിയായിരുന്നു. അല്ല ബുദ്ധിജീവി ഒന്നല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല നമ്മളെപ്പോഴും പറയല്ലോ മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധി. അങ്ങനെ അത് വളരെ എന്റെ കാര്യത്തിൽ വളരെ തെറ്റാണ്. അപ്പൊ ഞാൻ അത് എന്നോടൊരു ഇഷ്ടം, അതായത് അതിനൊരു കഥയുണ്ട്. ഞാൻ 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാത്സിന് വട്ടപൂജയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതുവരെ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ. സീരിയസ്ലി